പതിറ്റാണ്ടുകളായി ഇന്ത്യ പ്രാഥമികമായി ഒരു ആയുധ ഇറക്കുമതിക്കാരായിരുന്നല്ലോ. എന്നാൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ നയങ്ങളുടെ ഭാഗമായി പ്രതിരോധ സാമഗ്രികളുടെ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു. ആഗോള ആയുധ വിൽപ്പന മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർഷം തോറും മെച്ചപ്പെട്ടു വരികയാണ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ വളർച്ചയുടെ വേഗത വർദ്ധിക്കുന്നതാണ് കാണുന്നത്. ഇതിന് പ്രധാന കാരണം ഇന്ത്യൻ ഉപകരണങ്ങളുടെ കൃത്യതയും ഗുണനിലവാരവും കൂടാതെ താരതമ്യേന കുറഞ്ഞ വിലയും തന്നെയാണ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ 655 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2024-25 കൂടി 23,650 കോടിയോളമായി അത് ഉയർന്നിരിക്കുന്നു. അതായത് ഏകദേശം 35 മടങ്ങ് വളർച്ച. 2029 ആകുമ്പോഴേക്കും 50,000 കോടി എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ ഇന്ത്യ ഇപ്പോൾ ഏകദേശം 80ഓളം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ ഈ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന് ആയുധങ്ങളുടെ ഗുണനിലവാരത്തിനും ചിലവ് കുറവിനും പുറമെ സാമ്പത്തിക വളർച്ചയും നയതന്ത്ര തലത്തിലെ ബന്ധങ്ങളും പ്രധാന കാരണങ്ങളാണ്. മറ്റൊന്ന് സാങ്കേതികവിദ്യാ രംഗത്തെ മുന്നേറ്റമാണ്. ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത, തായ്വാൻ ഇന്ത്യൻ ആയുധങ്ങൾക്ക് താൽപ്പര്യം അറിയിക്കുകയും കരാറുകൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയുമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് തായ്വാനുമായുള്ള ആയുധ കച്ചവടം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നിലവിൽ തായ്വാന് സ്വയംഭരണ സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും ചൈനീസ് ഇടപെടൽ ശക്തമാണ്. ഈ പ്രദേശത്ത് ഇടയ്ക്കിടെയുള്ള ചൈനീസ് ഡ്രോൺ കടന്നുകയറ്റങ്ങളും തായ്വാന്റെ അതിർത്തിയോട് ചേർന്ന് വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ ചൈന പലപ്പോഴും നടത്തുകയും ചെയ്യുന്നു. ആവശ്യമെങ്കിൽ ഒരു ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താം എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനയുടെ നിൽപ്പ്. ഇതുകൊണ്ട് തന്നെ തായ്വാനെ സംബന്ധിച്ച് പ്രതിരോധ ആവശ്യങ്ങൾക്ക് അടിയന്തര പ്രാധാന്യമാണുള്ളത്. US-ൽ നിന്നുള്ള ആയുധങ്ങളാണ് മുഖ്യമായി ആശ്രയിക്കുന്നതെങ്കിലും വൈവിധ്യവൽക്കരണവും വിലക്കുറവും തന്ത്രപ്രധാനമായ അനിവാര്യതയാണ്. ഇവിടെയാണ് ഇന്ത്യ ഇടപെടുന്നത്. തായ്വാൻ ഏറ്റവും പുതിയതായി ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ D4 ആന്റി ഡ്രോൺ സിസ്റ്റമാണ്. ഇത് വികസിപ്പിച്ചെടുത്തത് നമ്മുടെ DRDOയും നിർമ്മിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവയുടെ ശക്തമായ പ്രതിരോധമാണ് പാകിസ്ഥാൻ ഡ്രോണുകളെ അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് എത്തുന്നതിൽ പ്രധാനമായും തടസ്സം നിന്നത്. ഈ ഗുണനിലവാരം തിരിച്ചറിഞ്ഞതാണ് ഇവയുടെ ഡിമാൻഡ് കൂട്ടിയതും. ഇന്ത്യയുടെ ആയുധങ്ങൾ ചിലവ് കുറഞ്ഞതും വിശ്വസനീയവും പാശ്ചാത്യ ആയുധങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരിപാലിക്കാൻ എളുപ്പവുമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ നിന്ന് പ്രതിരോധ ഇറക്കുമതിക്ക് വലിയ സാധ്യത കാണുന്നുണ്ടെന്ന് തായ്വാൻ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ആയുധ കച്ചവടത്തിന് പുറമെ ഇന്ത്യയും തായ്വാനും തമ്മിൽ സാമ്പത്തികപരമായും സഹകരണം വർദ്ധിച്ചു വരികയാണ്. 2015-16 ഉഭയകക്ഷി വ്യാപാരം 40,000 കോടി രൂപയുടേതായിരുന്നെങ്കിൽ 2024-25 ഏകദേശം 80,000 കോടിയായി ഉയർന്നു. സാമ്പത്തിക മേഖലയ്ക്കപ്പുറം വിദ്യാഭ്യാസം, സാംസ്കാരികം തുടങ്ങിയ മേഖലയിലും സഹകരണം വർദ്ധിച്ചു വരികയാണ്. ഏകദേശം 3,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. കൂടാതെ മാൻഡറിൻ ഭാഷാ പഠന കേന്ദ്രങ്ങൾ ഇന്ത്യയിലും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയുമായുള്ള തന്ത്രപ്രധാന താൽപ്പര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ത്യ തായ്വാനോട് കൂടുതൽ അടുക്കുന്നത്. ഇതേ ഉദ്ദേശം തായ്വാനുമുണ്ട്. ഇനി ഇന്ത്യ തായ്വാൻ ആയുധങ്ങൾ നൽകിയാൽ ചൈനയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ട. ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള ശത്രുത കൂടും, അത്ര തന്നെ. അമേരിക്ക തായ്വാന് ആയുധം നൽകിയപ്പോഴും ചൈന മുന്നറിയിപ്പ് നൽകിയതാണ്. കാരണം ചൈന ഇപ്പോഴും വൺ ചൈന എന്ന വിശാല തത്വത്തിൽ ഉറച്ചു നിൽക്കുകയും തായ്വാനെ ചൈനയുടെ അവിഭാജ്യ ഘടകമായി കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തായ്വാനുമായുള്ള ഏതൊരു ബന്ധത്തെയും ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളുടെ ഇടപെടലായിട്ടാണ് ചൈന കാണുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇന്ത്യ എന്തിനാണ് തായ്വാനുമായുള്ള ബന്ധം മുൻപത്തേതിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് എന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും സമീപകാലത്ത് ചൈന സ്വീകരിച്ചു വരുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടുകളും പാകിസ്ഥാന് സൈനികവും സാമ്പത്തികവുമായ സഹായം നൽകുന്നതുമെല്ലാം ഉൾപ്പെടുന്നു. ചൈനയുടെ ഇത്തരം നീക്കങ്ങൾക്കുള്ള ബദൽ മാർഗമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇന്ത്യയുടെ ചേരിചേരാ പൈതൃകത്തെ വിലമതിക്കുന്നുണ്ടെങ്കിലും സ്വന്തം ദേശീയ താൽപ്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കുമുണ്ട്. കൂടാതെ നമ്മുടെ ആയുധങ്ങൾ വാങ്ങാൻ ആവശ്യക്കാർ വരുന്ന മുറയ്ക്ക് വിൽക്കുകയും അതുവഴി വിദേശ നാണ്യം നേടുന്നതിന് മറ്റാർക്കും തടസ്സം നിൽക്കേണ്ട കാര്യവുമില്ലല്ലോ. എങ്കിലും ഇന്ത്യയുടെ ഈ നീക്കത്തിന് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രതികരണത്തിന് ഇടവരുത്തും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഒരു പരിധിക്കപ്പുറം ചൈന ഇന്ത്യക്കെതിരെ നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് കാരണം US-ഉം സഖ്യകക്ഷികളും തായ്വാനെ ശക്തിപ്പെടുത്തി ചൈനയ്ക്ക് ബദലായി വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നത് തന്നെ. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.